എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വനിതാ സംഗമം എന്ന് നമ്മൾ പറയുന്ന ആറ്റുകാൽ പൊങ്കാല സമങ്കളം നടന്നു എന്ന് പറഞ്ഞാൽ ഇത്ര 40 ലക്ഷത്തിലധികം ആളുകൾ തലസ്ഥാന നഗരിൽ വന്നിറങ്ങിയിട്ടും ഒരു അനിഷ്ട സംഭവം ഉണ്ടായില്ല. മാത്രമല്ല തിരുവനന്തപുരം നഗരം എല്ലാ മാലിന്യങ്ങളും ചുടുകട്ടയും ചൂട്ടും കൊതുമ്പും എല്ലാം വാരി ഒതുക്കി വൃത്തിയാക്കി നഗരം ക്ലീനാക്കി. പ്രൈം ടൈം ആരംഭിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുന്നു. മലപ്പുറത്ത് റാഗിങ്ങിന്റെ പേരിൽ +1 വിദ്യാർത്ഥികൾക്ക് സീനിയർ വിദ്യാർത്ഥികളെ മർദ്ദനമേറ്റു. കൊണ്ടോട്ടി GVHS സ്കൂളിലെ +1 വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. മർദ്ദന ദൃശ്യങ്ങൾ പിന്നീട് റീലാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചെന്നും പരാതി ഉയരുകയാണ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, ശരിക്കും ഇപ്പം ഈ ആക്രമിക്കുക മാത്രമല്ല, അത് പിന്നീട് എഡിറ്റ് ചെയ്ത് റീലൊക്കെ ആക്കി സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു ഒരു കാഴ്ചയ്ക്ക് വേണ്ടി. അതേ സ്കേൻ, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. കൊണ്ടോട്ടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾക്കാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്കൂളിലെ ഗ്രൗണ്ടിൽ വെച്ചും പിന്നീട് സമീപത്തെ റോഡിൽ വെച്ചുമായിരുന്നു മർദ്ദനം. ഈ ദൃശ്യങ്ങൾ ഈ വിദ്യാർത്ഥികൾ പകർത്തുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടില്ല, പിന്നെ ഈ ID കാർഡ് ധരിച്ചില്ല എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം. അതിന് പിന്നാലെ മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ ഈ വിദ്യാർത്ഥികൾ കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പിന്നാലെ പരാതി നൽകിയ വിവരം അറിഞ്ഞ് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും ഈ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഈ പോലീസിൽ പരാതി നൽകിയിട്ടും വിദ്യാർത്ഥികൾക്ക് ഒരു കൂസലുമില്ല എന്ന് മാത്രമല്ല, വീണ്ടും ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊണ്ടോട്ടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ വിദ്യാർത്ഥികൾ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഒരു ദിവസം അഡ്മിറ്റായി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ടാമത്തെ മർദ്ദനത്തിന്റെ സമയത്ത് സ്കൂളിലെ തന്നെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർക്കും ഈ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിനിടെ കല്ലേറേറ്റു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. 5 മാസം ഗർഭിണിയായ ഒരു ടീച്ചർക്കായിരുന്നു വിദ്യാർത്ഥികളുടെ കല്ലേറേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പിന്നാലെ ഈ ടീച്ചർ ഈ ചികിത്സ തേടുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നത് വിദ്യാർത്ഥികളാണെന്നുള്ള പരിഗണന കൊണ്ടായിരിക്കും ഒരുപക്ഷെ പരാതിയുമായി അവർ മുന്നോട്ട് പോകാത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലും ഈ ഇത്രയൊക്കെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടും ഇതിനൊക്കെ ഇത്രയധികം ബോധവൽക്കരണം നടന്നിട്ടും വിദ്യാർത്ഥികൾ വീണ്ടും ഈ ഒരു സംഘർഷത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളത് ഏറെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. എസ്കേൻ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഒരു കുട്ടിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ, നമുക്കതുകൂടെ കാണാം. ഞാനും എൻ്റെ സുഹൃത്തും കൂടി സ്കൂളിട്ട് വരികയാണ്. അപ്പോൾ സ്കൂളിൽ തന്നെ ഓല ആദ്യം അടിച്ച് ഞങ്ങൾ പുറത്തേക്ക് വണ്ടി ഞങ്ങളെ വൈത്തല വന്നാണ്ട് പിന്നെ ഓനും കൂടി അടിച്ച് എൻ്റെ ചുണ്ടൊക്കെ പൊട്ടീന്, ചെവിൻ്റെ ബാക്കിൽ ഇതുണ്ട്. അങ്ങനെ ഓനക്കും ഊരൊക്കെ പരിക്കുണ്ട്. ഞങ്ങൾ ഒരു റിങ് കൊണ്ടൊക്കെയാണ് കുത്തിയത്. കല്ല്, ഇരുമ്പിൻ്റെ മോതിരം, അങ്ങനത്തെ ഓരോ മാരുതായുധങ്ങൾ വെച്ചിട്ടാണ് അപ്പോൾ ഞങ്ങളെ ആക്രമിച്ചത്. അവരൊന്നാണ് ചോദിച്ചു എന്താ ബാഗ് ഇടാത്ത ചോദിച്ചു. അപ്പോൾ ബാഗ് കയ്യിൽ പിടിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞ് എന്താ പറയുക ബാഗ് ഇട്ടിരിച്ച് ഇവിടുന്ന് പോയാൽ മതി പറഞ്ഞു. അപ്പോൾ തന്നെ വേറൊരു ചെങ്ങായി വന്നാണ്ട് എന്നെ ഉന്തിയും തള്ളി. അതിൽ എന്താ ID കാർഡ് ചോദിച്ചാണ്ട് ഞങ്ങൾ പോക്കറ്റിൽ അതിന് ID കാർഡ് അതും വന്നാണ്ട് ID കാർഡ് ഓടിച്ചാണ്ട് അടി തുടങ്ങി. അതിൽ ഞാനും ഓനും പുറത്തേക്ക് വണ്ടി ഞങ്ങൾ പുറത്തേക്ക് ഓടിയപ്പോൾ ഒരു വൈത്താലും ഓടി ഒരു 7-8 ആൾക്കാർ വന്നാണ്ട് കൂട്ടടി എന്ന് പറഞ്ഞാൽ വട്ടത്ത് നിന്നാണ് ഞങ്ങൾ അടിച്ചു. അതിനിടയിൽ അഭിലാഷ് TP പറയുന്നത് സോഷ്യൽ മീഡിയ വൈറലാവാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറയുന്നു. എന്നിട്ട് ആ മെസ്സേജ് പുള്ളി തന്നെ ഡിലീറ്റ് ചെയ്തു എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ വായിക്കുമ്പോഴത്തേനും മെസ്സേജ് അങ്ങ് പോയി. അപ്പോൾ അങ്ങനെയും മെസ്സേജ് വരുന്നു പോകുന്നു ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ മെസ്സേജ് ഇട്ടതും പിന്നീട് പേടിച്ച് വിഡ്രോ ചെയ്താണോ എന്നെനിക്കറിയില്ല. എന്തായാലും പക്ഷേ ഈ കുട്ടികളുടെ ഒരു രീതി, അതായത് മർദ്ദിച്ചിട്ട് അത് മുഴുവൻ ചിത്രീകരിക്കുക, എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇടുക, അത് അനേകായിരങ്ങളിലേക്ക് എത്തുക, ഇതൊക്കെ ഈ കാലത്തെ ഒരു ലീലാവിലാസമാണ്. ഇതിനെതിരായിട്ടാണ് നമ്മുടെ ഈ 30 ദിവസം നീണ്ടുപോകുന്ന നടപ്പ് കേട്ടത്. കോഴിക്കോട് വടകരയിൽ മോഷ്ടിച്ച 6 ബൈക്കുകളുമായി 5 സ്കൂൾ വിദ്യാർത്ഥികൾ പിടിയിലായി. വടകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പിടിയിലായത്. 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പിടിയിലായത്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. രാഹുൽ, ശരിക്കും ഇവര് ഈ ബൈക്ക് എന്തിനാണ് മോഷ്ടിച്ചുകൊണ്ട് പോയത്? ചെറിയ കുട്ടികൾ
SKN പോലീസ് പറയുന്ന അനുസരിച്ച് ഇവർ ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ മോഷ്ടിച്ചതെന്നാണ് പറയുന്നത്. മുതിർന്ന ആളുകളൊക്കെ ബൈക്കിൽ പോകുന്നത് കണ്ടപ്പോൾ അവർക്ക് ഒരുപക്ഷെ സ്വന്തമായി വാഹനം ഓടിച്ചു പോകാൻ തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ബൈക്കുകൾ മോഷ്ടിച്ച ശേഷം ആ വാഹനങ്ങൾ രൂപമാറ്റം വരുത്തിയ ശേഷം അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ വടകര മേഖലയിൽ ബൈക്കുകൾ മോഷണം പോകുന്നത് നിത്യസംഭവമായിരുന്നു. കുറേയധികം പരാതികൾ വടകര പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച ശേഷം വടകര പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇതുമായി ബന്ധപ്പെട്ട് 6 വാഹനങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. 5 വിദ്യാർത്ഥികളെയും ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പറയുന്ന അനുസരിച്ച് വടകര മേഖലയിലെ വിവിധ സ്കൂളുകളിൽ 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പിടിയിലായിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഈ മോഷ്ടിച്ച വാഹനങ്ങൾ വീടുകളിൽ കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് രക്ഷിതാക്കൾക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്ത ശേഷം മാതാപിതാക്കളെ വിളിച്ചു വരുത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മാതാപിതാക്കളും അറിയുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ SSLC പരീക്ഷ നടക്കുന്ന സമയമായതിനാൽ വിദ്യാർത്ഥികളെ മാതാപിതാക്കളൊപ്പം വിട്ടയച്ചിട്ടുണ്ട്. നാളെയും വിദ്യാർത്ഥികളുമായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനും പറഞ്ഞിട്ടുണ്ട്. ഈ പരീക്ഷകൾ കഴിഞ്ഞ ശേഷമായിരിക്കും ജുവനൈൽ കോടതിയിൽ ഈ കുട്ടികളെ ഹാജരാക്കാൻ പോവുക. താങ്ക് യു. അപ്പോൾ ശരിക്കും ഈ മോഷണം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചെയ്തുകൂടാത്ത കലാപരിപാടിയാണെന്ന് കുട്ടികൾ ചിന്തിക്കുന്ന പോലുമില്ല. അവർ ബൈക്കടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇത് പഠിപ്പിക്കേണ്ടി വരും. അരുൺ പറഞ്ഞ SKN സായി ഗ്രാമത്തിൻ്റെ ചെയർമാൻ KN ആനന്ദകുമാർ ഇപ്പോൾ കസ്റ്റഡിയിലാണല്ലോ. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സായി ഗ്രാമത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും. അവിടെ കുറച്ച് അമ്മമാരുണ്ട്. അമ്മമാർ മാത്രമല്ല, കുറച്ച് അച്ഛന്മാരും ഉണ്ട്. കുറേ കുട്ടികളുടെ ഒരു കോളേജ് അവിടെ പ്രവർത്തിക്കുന്നു. മാത്രമല്ല ഈ എല്ലാം എഴുതി സായി ഗ്രാമത്തിന് കൊടുത്തിട്ട് അവിടുത്തെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ സായി ഗ്രാമത്തിൽ ഞാൻ പോയപ്പോൾ അങ്ങനെ കുറേ ആളുകൾ, അന്തേവാസികൾ അവിടെ ഉണ്ട്. അവർക്കൊക്കെ ഭയങ്കരമായി ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം അവിടെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ സായി ഗ്രാമമായിട്ട് എത്ര ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും അവരുടെ ഒരു ഇടപെടലൊക്കെ വേണ്ടി വരും. സ്വന്തം മക്കളെ രക്ഷിക്കാൻ രക്ഷിതാക്കൾ തന്നെ ഇറങ്ങണം എന്നാണ് ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു. അൾട്രാ വയലറ്റ് സൂചിക അപകടകരമായ നിലയിലെത്തി. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലത്ത് ഒരാൾക്ക് സൂര്യാതപമേറ്റു. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. അൾട്രാവയലറ്റ് വികിരണം ഉയർന്ന തോതിൽ രേഖപ്പെടുത്തിയതിനെ തുടർന്ന് പാലക്കാടും മലപ്പുറത്തും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. രണ്ടിടത്തും അൾട്രാവയലറ്റ് സൂചിക 11 രേഖപ്പെടുത്തി. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കുന്നത് സൂര്യാതപത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. ജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് മുന്നറിയിപ്പ്. പകൽ 10 മുതൽ വൈകിട്ട് 3 വരെയാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും ചൂടിന് ശമനമായിട്ടില്ല. കൊല്ലം മുണ്ടക്കലിൽ കൊച്ചുണ്ണി എന്നയാൾക്ക് സൂര്യാതപമേറ്റു. ഇന്നലെ പാപനാശം കടപ്പുറത്ത് വെച്ചാണ് സൂര്യാതപമേറ്റത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കൊച്ചുണ്ണി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. 24 തിരുവനന്തപുരം. ഇത്രയൊക്കെ ചൂടായിരുന്നെങ്കിലും പൊള്ളുന്ന ഈ കുംഭച്ചൂടിനെ അവഗണിച്ച് തലസ്ഥാന നഗരത്തെ ഇന്ന് ഭക്തിസാന്ദ്രമാക്കി ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തിയ ഭക്തജനങ്ങൾ. ലക്ഷക്കണക്കിന് ഭക്തരാണ് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ ഇന്ന് തലസ്ഥാന നഗരിയിൽ എത്തിയത്. പൊങ്കാല നിവേദ്യത്തിന് ശേഷം മടങ്ങിയ ഭക്തർക്ക് റെയിൽവേയും KSRTCയും അതിവിപുലമായ യാത്രാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. 4000-ഓളം പേരുടെ സംഘം മണിക്കൂറുകൾക്കുള്ളിൽ നഗരം ശുചീകരിച്ച് വൃത്തിയാക്കി. പൊങ്കാല തലേന്ന് മൂടിക്കെട്ടിയ ആകാശം, ചെറുതായി ചാറി മഴ. എന്നാൽ പൊങ്കാല ദിനത്തിൽ രാവിലെ തന്നെ ചൂട് കനത്തു. കുംഭച്ചൂട് അതിന്റെ മൂർധന്യത്തിലായി. പൊങ്കാലയെടുപ്പുകളിൽ അഗ്നി തെളിഞ്ഞതോടെ തീയും പുകയും. ഭയങ്കര ചൂട്, എത്ര വെള്ളം കുടിച്ചാലും അറിയാനില്ല. ഇന്നലെ ആണെങ്കിൽ നല്ല തണുപ്പായിരുന്നു. ഇന്ന് പൊങ്കാല വരെ ചൂട് കുറവായിരുന്നു. ചൂട് ശക്തമായിട്ട് ചൂടുണ്ട്. ഇപ്രാവശ്യം പൊങ്കാല തീർന്നു വന്നപ്പോഴാ ചൂടുണ്ടായത്. അല്ലാത്ത ചൂട് തന്നെ. കഴിഞ്ഞ വർഷത്തേക്ക് ഈ വർഷം ഭയങ്കര ചൂട് തന്നെയായിരുന്നു. എന്നാൽ ഇതൊന്നും പൊങ്കാലയർപ്പിക്കുന്നവർക്ക് വിഷയമല്ല. ഉള്ളിലുള്ള സങ്കടങ്ങളുടെ അത്രയും ചൂടുണ്ടോ? ഇല്ലില്ല, ഇല്ല. ഇത് ഒരു വർഷത്തെ പാപം തീരുവാ. ഇല്ല, എന്നാലും സന്തോഷമായി വന്നിട്ടൊരു സന്തോഷമായി.
ചൂടിനെ പ്രതിരോധിക്കാൻ സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളുമൊക്കെ കുടിവെള്ളവും സംഭാരവും ശീതളപാനീയങ്ങളും പഴവർഗ്ഗങ്ങളുമൊക്കെ ഒരുക്കിയിരുന്നു. തൊപ്പിയും വിശറിയുമെല്ലാം ചൂടിന് ആശ്വാസമായി. കുടയും തൊപ്പിയും കിട്ടാത്തവർ കയ്യിൽ കിട്ടിയത് തണലാക്കി. ഹീറ്റ് ക്ലിനിക് സജീവമായതായിരുന്നു ഇത്തവണത്തെ പ്രത്യേകത. ആരോഗ്യ വകുപ്പ് പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലായിടങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഹീറ്റ് ക്ലിനിക്കുകൾ ഉണ്ട്. കാരണം നല്ല ചൂടാണ്, പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആകും. അപ്പോൾ വെള്ളം നമ്മൾ ഈ ചൂടിലും ഇതിലും വെള്ളം കുടിക്കാൻ ചിലപ്പോൾ മറന്നു പോകും. കൂളറ് പിന്നെ മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ എല്ലാ ക്ലിനിക്കുകളിലും ഒരുക്കിയിട്ടുണ്ട്. ചൂടെന്ന് കരുതി മാറി നിന്നാൽ ഉപജീവനമാർഗം മുടങ്ങും. അതിനാൽ കടുത്ത ചൂടിനെ അവഗണിച്ച് കച്ചവടത്തിരക്കിൽ വ്യാപൃതരായിരുന്നു വഴിയോര കച്ചവടക്കാർ. അതിൽ നാടോടികളുടെ കയ്യിലും മടിയിലും വാടിത്തളർന്നു കിടന്ന കുരുന്നുകൾ വല്ലാത്ത കാഴ്ചയായി. ഉള്ളിലെ വെന്തുരുകുന്ന സങ്കടച്ചൂടിന് മുന്നിൽ ഈ പൊള്ളുന്ന വെയിലൊന്നും ഇവരിൽ പലർക്കും ഒരു പ്രശ്നമേയല്ല. ആ ദുഃഖ ദുരിതങ്ങൾ കൂടിയാണ് ആറ്റുകാലമ്മയ്ക്ക് ആളുന്ന തീയിൽ പൊങ്കാലയാക്കി സമർപ്പിച്ചുകൊണ്ടുള്ള ഈ ഭക്തലക്ഷങ്ങളുടെ മടക്കം. അനന്തപുരിയിൽ നിന്നും ഷൈജു ചാവശ്ശേരിക്കും രാജ്കിരണിനുമൊപ്പം സുജിത് സുരേന്ദ്രൻ, 24. പതിവ് പോലെ ഇത്തവണയും പൊങ്കാലയിടാൻ സിനിമാ സീരിയൽ താരങ്ങളും തലസ്ഥാനത്ത് ഒത്തുകൂടി. ലക്ഷക്കണക്കിന് മറ്റ് ഭക്തജനങ്ങൾക്കിടയിൽ അവരും ആൾക്കൂട്ടത്തിൽ ഒരാളായി. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പൊങ്കാല അർപ്പിച്ചു. ഇന്ന് രാവിലെ 8:30 ക്ഷേത്രത്തിന് മുന്നിലെ ഗൗരീവന്ദനം ഹോട്ടലിന് മുന്നിൽ പൊങ്കാല അർപ്പിക്കാൻ ചിപ്പി. ഒപ്പം ഗായിക രാജലക്ഷ്മിയും. ഇക്കുറി പൊങ്കാലയിടുമ്പോൾ പ്രാർത്ഥനയിൽ പുതിയ സിനിമയും ഉണ്ടെന്ന് ചിപ്പി. ഇത്തവണത്തെ പ്രത്യേക പ്രാർത്ഥന ഞങ്ങളുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പം എല്ലാം നന്നായിട്ട് വരാനുള്ള പ്രാർത്ഥനയോടെ ഇപ്രാവശ്യം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നിരിക്കുകയാണ്. സീമാജി നായർ, വീണ തുടങ്ങി മിനി സ്ക്രീനിലെ മിന്നും താരങ്ങളെല്ലാം പൊരിവെയിലിൽ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി. നടി പാർവതി, മരുമകൾ താരിണി എന്നിവർ ബന്ധുക്കൾക്കൊപ്പം തൈക്കാടാണ് പൊങ്കാല അർപ്പിച്ചത്. സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ശാസ്ത്രമംഗലത്തെ വീട്ടിലും ആനിയും ഷാജി കൈലാസും കുറവൻകോണത്തെ വീട്ടിലും പൊങ്കാലയിട്ടു. ദിവ്യസ് അയ്യർ ഭർത്താവ് ശബരിനാഥനൊപ്പം പാൽക്കുളങ്ങരയിലെ വീട്ടിൽ പൊങ്കാലയിൽ പങ്കാളിയായി. കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ്, പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ മകൾ ഉണ്ണിമായ, ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് തുടങ്ങിയ പ്രമുഖരും പൊങ്കാല അർപ്പിച്ചു. 24 തിരുവനന്തപുരം. എന്തായാലും വലിയൊരു കാഴ്ചയായിരുന്നു. 40 ലക്ഷത്തിലധികം ആളുകൾ ഈ ഒരു നഗരത്തിൽ, അതിൻ്റെ നഗരത്തിന് ഒരു രീതിയിലുള്ള പരിക്കുമേൽക്കാതെ ഈ അഗ്നി പടർന്നു കഴിഞ്ഞപ്പോഴൊക്കെ ഉണ്ടായ അന്തരീക്ഷത്തിനൊന്നും പ്രശ്നം ഉണ്ടാക്കാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. നല്ല കാര്യം. മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷന് ഒരു സല്യൂട്ട് വേണം. ഇത്ര വേഗം ഇത് എല്ലാം അഴുക്കുകളും മാലിന്യങ്ങളും ഒക്കെ തുടച്ച് നീക്കി നഗരം ശുദ്ധീകരിച്ചത്. തൃശ്ശൂരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകാൻ തട്ടിക്കൊണ്ടുപോയ പ്രതി പിടിയിലായി. പെരിങ്ങോട്ടുകര സ്വദേശി വിവേകാണ് പിടിയിലായത്. ലഹരി വസ്തുക്കൾ നൽകാൻ വീട്ടിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, പറയൂ വിശദാംശങ്ങൾ. സൂരജ്. എസ്കെൻ, ഇക്കഴിഞ്ഞ 12-നാണ് പെരിങ്ങോട്ടുകരയിലെ വീട്ടിലേക്ക് ഈ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി നൽകുന്നതിന് വേണ്ടി പ്രതി ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നത്. അത് മദ്യവും ബീഡിയും നൽകുന്നതിന് വേണ്ടിയാണ് ഈ കുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ആ സമയത്ത് കുട്ടിയുടെ പിതാവ് ഇത് തടയുകയും ചെയ്തു. എന്നാൽ പ്രതി ഈ കുട്ടിയുടെ പിതാവിനെ ചവിട്ടി വീഴ്ത്തിയ ശേഷമാണ് ഈ കുട്ടിയെ ബലമായി കൊണ്ടുപോയതെന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് കുടുംബം തന്നെ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതേ തുടർന്നാണ് ഈ താന്യം സ്വദേശിയായിട്ടുള്ള 38 വയസ്സുള്ള വിവേകിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വിവേകിനെ സംബന്ധിച്ച് കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ കൂടിയാണ് വിവേക് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. സ്കെൻ 2010 ഒരു മോഷണ കേസിലും 2011 2 വധശ്രമ കേസിലും ഈ വിവേക് പ്രതിയായിരുന്നു. 2012, 13, 19 വർഷങ്ങളിൽ ഓരോ വധശ്രമ കേസിലും പ്രതിയായിരുന്നു. 14 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വിവേക് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കെയാണ് വിവേക് ജാമ്യത്തിൽ ഇറങ്ങി ഈ കുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ലഹരി വസ്തുക്കൾ നൽകാനുള്ള ശ്രമം നടത്തിയത്. അത് തടയാൻ ശ്രമിച്ച പിതാവിനെ ചവിട്ടി വീഴ്ത്തുകയും ചെയ്തു. എന്തായാലും പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്കേ, ഓക്കെ, താങ്ക് യു. എറണാകുളത്ത് മദ്യലഹരിയിൽ പിതാവിനെ മകൻ ചവിട്ടിക്കൊന്നു. പെരുമ്പാവൂർ തെക്കുതല വീട്ടിൽ ജോണിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മകൻ മെൽജോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. YS അഭിനന്ദ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തകളാണല്ലോ വരുന്നത്, പറയൂ.
SKN ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഈ ഉടൻ തന്നെ മെൽജോ അയൽക്കാരായിട്ടുള്ള ബന്ധുക്കളെ ഈ വിവരം അറിയിക്കുന്നു. തൻ്റെ അച്ഛൻ ഇത്തരത്തിലേക്ക് ബോധം കെട്ട് കിടക്കുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നായിരുന്നു ഈ ബന്ധുക്കളെ വിവരം അറിയിച്ചത്. ബന്ധുക്കൾ അങ്ങനെ കൃത്യമായി തന്നെ സഹോദരി വിവരം അറിയിച്ചു. സഹോദരി എത്തിയപ്പോഴാണ് മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ 2 വാരിയലുകൾ ഒടിഞ്ഞതായി ഡോക്ടേഴ്സ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് പെരുമ്പാവൂർ പോലീസിൽ ഇക്കാര്യം അറിയിക്കുന്നു. പെരുമ്പാവൂർ പോലീസ് സംശയം തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിലേക്ക് മെൽജോയെ ചോദ്യം ചെയ്ത് മെൽജോ ഒടുവിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. താൻ വാരിയലിൽ ചവിട്ടുകയായിരുന്നു, 2 ചവിട്ടി. അങ്ങനെയാണ് പിന്നീട് ബോധക്ഷയമായി പിതാവ് മാറുന്ന സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞു. ഇദ്ദേഹം മദ്യലഹരിയിലാണ് ഇത്തരത്തിലേക്ക് പിതാവിനെ ചവിട്ടിയതായി ഇയാൾ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. ഇയാൾക്കെതിരെ കൊലപാതക കുറ്റത്തിന് ഇപ്പോൾ പെരുമ്പാവൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാൾ നേരത്തെയും മദ്യലഹരിയിൽ വീട്ടിൽ ഇത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായി ഇപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പെരുമ്പാവൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തതിനു ശേഷം മൂവാറ്റുപുഴ കോടതിയിലെത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹം തുടർച്ചയായി ഇത്തരത്തിലേക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും ഉള്ള ആളാണെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. SKN. ഓക്കെ, താങ്ക് യു YS അഭിനന്ദ്. എന്തായാലും സങ്കടകരമായ കാര്യമാണ്. മദ്യത്തിൻ്റെ ലഹരിയെ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് പിതാവാണെന്നുള്ള കാര്യം മറന്ന് അദ്ദേഹത്തിൻ്റെ വാരിയിൽ ചവിട്ടി കുടിക്കുക, അദ്ദേഹത്തെ മരണത്തിലേക്ക് പറഞ്ഞയക്കുക. കേരളം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് വല്ലാത്ത ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നത്. അമ്മയെ കൊലപ്പെടുത്തുന്ന മകൻ, അച്ഛനെ കൊലപ്പെടുത്താൻ തയ്യാറാകുന്ന മകൻ, ഇതൊക്കെ തന്നെ കേരളത്തിൽ അപൂർവമായ കാഴ്ചയല്ലാതായിരിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ആലപ്പുഴ കായംകുളത്ത് ഗതാഗതം തടസ്സപ്പെടുത്തി പ്രസിദ്ധ ഗുണ്ടയുടെ പിറന്നാൾ ആഘോഷം. കാപ്പ കേസിലെ പ്രതി വിഠോബ ഫൈസലിൻ്റെ പിറന്നാൾ ആഘോഷമാണ് നടുറോഡിൽ നടന്നത്. പുതുപ്പള്ളി കൂട്ടം വാതുക്കൽ പാലത്തിലായിരുന്നു ആഘോഷം നടന്നത്. കായംകുളത്തെ കുപ്രസിദ്ധ ഗുണ്ടയും ഗുണ്ടാ നിയമപ്രകാരം നാട് കടത്തപ്പെട്ടതുമായ വിഠോബ ഫൈസലിന്റെ പിറന്നാൾ ആഘോഷമാണ് നടുറോഡിൽ നടന്നത്. ഇന്നലെ രാത്രി 10:30ഓടെയാണ് സംഭവം. പുതുപ്പള്ളി കൂട്ടംവാതുക്കൽ പാലത്തിലായിരുന്നു ആഘോഷം. ഫൈസലിനെ കൂടാതെ കായംകുളത്ത് യുവാവിനെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ അജ്മൽ, കാപ്പ കേസ് പ്രതി ആഷിഖ്, സഹോദരൻ ആദിൽ, മുനീറിന്റെ സഹോദരൻ മുജീബ്, ഗോപൻ, ഉണ്ണിരാജ്, ആദിൽ നസീർ, പ്രവീൺ, അനന്തകൃഷ്ണൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. പുതുപ്പള്ളി കൂട്ടംവാതുക്കൽ പാലത്തിൽ സംഘം ചേർന്ന വാഹനങ്ങൾ കുറുകയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തി. പരസ്യ മദ്യപാനത്തോടെ പിറന്നാൾ ആഘോഷിക്കുമ്പോഴാണ് കായംകുളം പോലീസ് ഇവരെ പിടികൂടിയത്. ഇവരിൽ സഹോദരന്മാരായ ആദിലും ആഷിഖും കൊലപാതക ശ്രമത്തിലും പോക്സോ കേസിലും പ്രതിയാണ്. മുനീറും പ്രവീണും മയക്കുമരുന്ന് കേസുകളിൽ പ്രതികൾ. കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 24 ആലപ്പുഴ. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകാനുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ വെച്ച് അത് സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ലേശം ഒരു ചമ്മലുണ്ട്. തുഷാർ ഗാന്ധിയെ നെയ്യാറ്റിൻകരയിൽ തടഞ്ഞു. ഈ സംഭവമാണ് ഞാൻ പറയുന്നത്. ഇതിൽ 5 BJP RSS പ്രവർത്തകരെ ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് അറസ്റ്റ് ചെയ്തു. തുഷാർ ഗാന്ധിയുടെ വാഹനം തടഞ്ഞ് മുദ്രാവാക്യം വിളിച്ചതിനാണ് നെയ്യാറ്റിൻകര പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തത്. നാളെ ആലുവ UC കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ തുഷാർ ഗാന്ധിക്കൊപ്പം താനും പങ്കെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് അറിയിച്ചു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് ചേരുന്നു. അജീഷ്, ശരിക്കും ഈ നെയ്യാറ്റിൻകരയിലെ സാധാരണഗതിയിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ തന്നെയാണോ അറസ്റ്റിലായിരിക്കുന്നത്? അവിടെ വിശദാംശങ്ങൾ കിട്ടിയോ? ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഗാന്ധിമിത്ര ഫൗണ്ടേഷൻ നടത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തുഷാർ ഗാന്ധി. ഈ പരിപാടിക്കിടെയാണ് RSSനെയും BJPയെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗം നടത്തിയത്. ഈ പ്രസംഗം നടത്തിയതാണ് ആ വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്ന BJP RSS പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. ഈ പരിപാടി കഴിഞ്ഞ ഉടൻ കാറിൽ കയറി പോകാൻ തുടങ്ങിയ തുഷാർ ഗാന്ധിയെ കാർ തടഞ്ഞു നിർത്തി ഇവർ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. RSSനെതിരെ നടത്തിയ പരാമർശം പിൻവലിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. പക്ഷേ കാറിൽ നിന്ന് പുറത്തിറങ്ങിയ തുഷാർ ഗാന്ധി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പരാമർശങ്ങൾ പിൻവലിക്കില്ലെന്നും പറഞ്ഞ ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയത്. ഈ കേസിലാണ് 5 പേരെ നെയ്യാറ്റിൻകര പോലീസ് അറസ്റ്റ് ചെയ്തത്. അവരിവരൊക്കെയാണ് വാർഡ് കൗൺസിലറായിട്ടുള്ള കൂട്ടപ്പന മഹേഷ്, ഹരികുമാർ, കൃഷ്ണകുമാർ, സൂരജ്, അനൂപ്. ഇവരെയാണ് നെയ്യാറ്റിൻകര പോലീസ് ഇന്ന് വൈകിട്ട് അറസ്റ്റ് ചെയ്തത്. നിസാര വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരെയും സ്റ്റേഷൻ ജാമ്യം ചുമത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. താങ്ക് യു. ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട്. പാകിസ്ഥാനിൽ ചാവേർ ആക്രമണം ഉണ്ടായി. ട്രെയിൻ റാഞ്ചലിന് പിന്നാലെയാണ് ഈ പാകിസ്ഥാനിൽ ചാവേർ ആക്രമണം ഉണ്ടായത്. സൈനിക കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. 10 ഭീകരരെ വധിച്ചതായി പാക് സൈന്യം അവകാശപ്പെട്ടു.
ഇനി മറ്റു വാർത്തകളിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സങ്കട പൊങ്കാല അർപ്പിച്ച ആശാ വർക്കേഴ്സ് സർക്കാരിന്റെ കണ്ണു തുറക്കാനുള്ള പൊങ്കാല എന്നാണ് സമരക്കാർ പറഞ്ഞത്. സമരപന്തൽ വീണ്ടും എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന സർക്കാരെ രൂക്ഷമായി വിമർശിച്ചു. സർക്കാർ ആശമാർക്കൊപ്പമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ആവർത്തിച്ചു. ഭക്തിയാണ്, എന്നിരുന്നാലും ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പ്രതിഷേധ പൊങ്കാലയേ അല്ല. ഞങ്ങളുടെ ആരോഗ്യമന്ത്രി ഈ പൊങ്കാല ഇട്ട് ഞങ്ങൾ നേരുമ്പോഴെങ്കിലും അവരുടെ കണ്ണ് തുറന്ന് മനസ്സൊന്ന് തുറന്ന് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങളുടെ അവകാശങ്ങളെല്ലാം തന്ന് ഞങ്ങളെ ഈ തെരുവീതിയിൽ നിന്ന്, ഈ വെയിലത്തും കൊതുകടിയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. പ്രതിഷേധ പൊങ്കാലയല്ല. സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധം തുടരുന്നതിനിടെ വിശ്വാസത്തോടെയുള്ള പൊങ്കാലയെന്ന് ആശാ വർക്കേഴ്സ്. ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്കിലേക്ക് തലസ്ഥാന നഗരം മാറിയപ്പോഴും സമരക്കാർക്ക് പിന്തുണയുമായി നിരവധി പേർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. സമരത്തിന്റെ ന്യായം എന്താണ്? അതിന് ന്യായമുണ്ടോ? അത് തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടിയാണോ? അത് പരിശോധിക്കുന്നതിന് വരെ ഏത് സംഘടനയാണ് നടത്തുന്നതിന്റെ ജാതകം പരിശോധിക്കുന്ന ഒരു സംഘടന. ഇവർ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ആളുകളില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നും സമരവേദിയിലെത്തി ആശാ വർക്കേഴ്സിനെ കണ്ടു. സംസ്ഥാന സർക്കാരിന് രൂക്ഷ വിമർശനം. ഇതെല്ലാം അവിടെ നിന്നുണ്ടെങ്കിലേ ഉള്ളൂ, പക്ഷെ അവരെ പണിയിൽ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കും. അത് എവിടുത്തെ ന്യായമാണ്? പണിയിൽ നിന്ന് പറഞ്ഞയക്കുന്നത് അവരെ നിയമിച്ചത് അവരെ പറഞ്ഞയക്കുന്നതും അവര്, പക്ഷെ എല്ലാം കൊടുക്കുന്നത് അവിടുന്ന് കൊടുത്തു. എവിടുത്തെ ന്യായമാണത്? സമരക്കാരുടെ പൊങ്കാലയെക്കുറിച്ച് മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം ഇങ്ങനെ: ഈ ഉന്നയിക്കുന്ന വേതനം ഇനിയും ഉയർത്തണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. നല്ല നിലയിൽ തന്നെ ആശമാരുടെ ആവശ്യങ്ങളോട് അതിനോട് പ്രതികരിക്കുന്ന സർക്കാരാണ് കേരളത്തിലേത്. ജനപ്രതിനിധികളും സിനിമാ സാംസ്കാരിക പ്രവർത്തകരും ഇന്ന് സമരപ്പന്തലിലെത്തി. സമരത്തിനെതിരെ മുഖപ്രസംഗവുമായി CPM മുഖപത്രം ദേശാഭിമാനി രംഗത്തെത്തി. സമര നേതൃത്വം അടിക്കടി ആവശ്യങ്ങൾ മാറ്റുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം സമരം ചെയ്യുന്നവർ മറച്ചുപിടിക്കുന്നുവെന്നും ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. ആശാ വർക്കേഴ്സിനുള്ള ധനസഹായം ഉയർത്തണമെന്ന ശുപാർശ നൽകി പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി. രാംഗോപാൽ യാദവ് അധ്യക്ഷനായ ആരോഗ്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടേതാണ് ശുപാർശ. കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നും ശുപാർശയിലുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ആശാ വർക്കേഴ്സിന്റെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശ. താഴെത്തട്ടിൽ ആശാ വർക്കേഴ്സ് നടത്തുന്നത് നിർണായക സേവനമാണ്. നിലവിൽ ലഭിക്കുന്ന ധനസഹായം 2 നേരത്തെ ഭക്ഷണത്തിന് പോലും തികയില്ലെന്നും ആശാ വർക്കേഴ്സിന് നൽകിവരുന്ന ധനസഹായം ഉയർത്തണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. ആരോഗ്യ ഗവേഷണ മേഖലയിലും ആശാ വർക്കേഴ്സിനെ ഉപയോഗിക്കണം. ഇതിനായി അധിക ധനസഹായം ഗവേഷണ ഫണ്ടിൽ നിന്ന് അനുവദിക്കണമെന്നും രാംഗോപാൽ യാദവ് അധ്യക്ഷനായ ആരോഗ്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നൽകിയ ശുപാർശയിൽ പറയുന്നു. കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നായ എയിംസ് അനുവദിക്കണമെന്നും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശയിലുണ്ട്. 24 ഡൽഹി. KPCCയുടെ വേദിയിലെത്തിയ മുതിർന്ന CPM നേതാവ് G. സുധാകരന് നേരെ ഇടത് സൈബർ ആക്രമണം. സഹോദരനെ കൊന്നവർക്കൊപ്പം കൂട്ടുകൂട് നേതാവിനോട് പുച്ഛമെന്നാണ് വിമർശനം. വിമർശന പോസ്റ്റുകളിൽ ഏറെയും ഒരേപോലെയൊക്കെ ഇരിക്കുന്നതാണ്. സമാന സ്വഭാവമുള്ള ഉള്ളടക്കം. KPCC നടത്തിയ സെമിനാറിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് പോരാളി ഷാജി അടക്കമുള്ള ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ G. സുധാകരനെതിരായ രൂക്ഷ വിമർശനങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസ് പ്രവർത്തകരാൽ കൊല ചെയ്യപ്പെട്ട സഹോദരൻ G. ഭുവനേശ്വരന്റെ ചുടുരക്തം G. സുധാകരൻ മറന്നു. G. സുധാകരനിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ മനസ്സിൽ അകാല ചരമം പ്രാപിക്കും. MLAയും മന്ത്രിയുമാക്കിയത് പാർട്ടിയാണ്. ഇപ്പോൾ പാർട്ടി വിരുദ്ധ സംഘത്തിനൊപ്പം കൂടി നല്ല പിള്ള ചമയുന്നു. ഇങ്ങനെ നീളുന്നു വിമർശനങ്ങൾ. സമാനമായ ചിത്രങ്ങളും ഉള്ളടക്കവും. CPMലെ പ്രായപരിധി മാനദണ്ഡത്തിൽ വിമർശനം തുറന്നു പറഞ്ഞ G. സുധാകരൻ കഴിഞ്ഞ ദിവസം KPCC വേദിയിലെത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് സൈബർ അധിക്ഷേപങ്ങൾ. തന്നെ വിമർശിച്ച SFI നേതാക്കൾക്ക് മറുപടിയുമായി യുവതയിലെ കുന്തവും കൊടച്ചക്രവും എന്ന പേരിൽ G. സുധാകരൻ എഴുതിയ കവിതയും ഏറെ ചർച്ചയായിരുന്നു. 24 ആലപ്പുഴ. വിയോഗത്തിന്റെ വാർത്തയിലേക്ക്. ദളിത് ചിന്തകനും എഴുത്തുകാരനുമായ KK കൊച്ച് അന്തരിച്ചു. 76 വയസ്സായിരുന്നു. അർബുദ രോഗബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ദളിതൻ എന്ന ആത്മകഥ ഉൾപ്പെടെ നിരവധി കൃതികൾ എഴുതിയിട്ടുണ്ട്. രാജ്യത്തെ ദളിത് അവകാശ പോരാട്ടങ്ങളിൽ പ്രധാന മുഖമായിരുന്നു KK കൊച്ച്.
എഴുത്തിലൂടെയും സമരമാർഗങ്ങളിലൂടെയും ദളിത് സമൂഹത്തിനു വേണ്ടി കെ കൊച്ച് നിരന്തരം ശബ്ദിച്ചു. 2021 സമഗ്ര സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം. കമ്മ്യൂണിസ്റ്റ് യുവജനവേദി, ജനകീയ തൊഴിലാളി യൂണിയൻ, മനുഷ്യാവകാശ സമിതി എന്നിവയ്ക്ക് കെ കൊച്ചിന്റെ നേതൃത്വമുണ്ടായിരുന്നു. ഒരു ജ്ഞാന വ്യക്തിത്വം എന്ന നിലയിൽ കേരളത്തിലെ പൊതുധാരണകളെ മാറ്റിയെഴുതുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചൊരു വ്യക്തിത്വമാണ് കെ കൊച്ച്. അദ്ദേഹമാണ് കേരളത്തിലെ ദളിത് പ്രവർത്തനങ്ങളെ ഒരു വൈജ്ഞാനിക അടിസ്ഥാനത്തിലേക്ക് ഘടിപ്പിക്കുന്നത്, ബന്ധിപ്പിക്കുന്നത്. വൈജ്ഞാനിക അടിസ്ഥാനമില്ലാതെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാവില്ല എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തിയത് കെ കൊച്ചാണ്. ദളിതനെന്ന ആത്മകഥ ഏറെ ചർച്ചകൾക്ക് വിധേയമായി. ബുദ്ധനിലേക്ക് ഒരു ദൂരം, ദേശീയതയ്ക്കൊരു ചരിത്രപാഠം, ഇടതുപക്ഷമില്ലാത്ത കാലം തുടങ്ങി നിരവധി കൃതികളും കെ കൊച്ച് രചിച്ചു. അർബുദബാധിതനായി കോട്ടയം മെഡിക്കൽ കോളേജ് പാലിയേറ്റീവ് കെയറിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് രാവിലെ മരണം. 24 കോട്ടയം. ഇന്ന് വിക്ഷേപിക്കാനിരുന്ന നാസയുടെ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ 10 വിക്ഷേപണം ഈ ശനിയാഴ്ചയിലേക്ക് മാറ്റി. ഈ പേടകത്തിൽ ഈ മാസം 19-ാം തീയതി സുനിത വില്യംസിനെയും ബൂച്ച് വിൽമോറിനെയും മടക്കിക്കൊണ്ടുവരാനായിരുന്നു പരിപാടി. രണ്ടുപേരും കുറച്ചധികം കാലമായി ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ലോഞ്ച് പാഡിലെ സാങ്കേതിക തകരാറും വിക്ഷേപണപാതയിലെ ശക്തമായ കാറ്റിനും മഴയ്ക്കുമുള്ള സാധ്യതയും തുടർന്നാണ് ഇന്ന് വിക്ഷേപിക്കാനിരുന്ന സ്പേസ് എക്സ് ക്രൂ ഡ്രാഗന്റെ വിക്ഷേപണം മാറ്റിയത്. ഇന്ത്യൻ സമയം ശനിയാഴ്ച രാവിലെ 4:33 വിക്ഷേപണം നടക്കുമെന്ന് നാസ അറിയിച്ചു. ഞായറാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 9 മണിക്കാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ക്രൂ ഡ്രാഗൺ ഡോക്ക് ചെയ്യുക. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഈ മാസം 19-ന് സുനിത വില്യംസിനെയും ബുച്ച വിൽമോറിനെയും നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബുനോവ് എന്നീ ബഹിരാകാശ യാത്രികരെയും ഈ പേടകത്തിൽ തിരിച്ചെത്തിക്കുമെന്നും നാസ വ്യക്തമാക്കി. കഴിഞ്ഞ ജൂണിലാണ് 8 ദിവസത്തെ ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരിച്ചത്. ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിന്റെ തകരാറിനെ തുടർന്ന് ഇരുവരുടെയും തിരിച്ചുള്ള യാത്ര വൈകുകയായിരുന്നു. നീണ്ട 9 മാസത്തിനു ശേഷമാണ് സുനിതയും വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നത്. റിസർച്ച് ഡെസ്ക് 24. എന്തായാലും ഇവരെ സ്വീകരിക്കാൻ ഈ നാട് കാത്തിരിക്കുകയാണ്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഹണി ട്രാപ്പിലൂടെ കവർച്ച നടത്തിയ കേസിൽ സ്ത്രീയടക്കം 2 പേർ പിടിയിലായി. മലപ്പുറം മഞ്ചേരി സ്വദേശിനി മൈമുന, കുറ്റിപ്പള്ളം സ്വദേശിയെ ശ്രീജേഷ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായത്. കൊല്ലംകോട്ടെ ജോൽസിനെയാണ് ഹണി ട്രാപ്പിൽ കുടുക്കി കവർ ചെയ്യാൻ ശ്രമിച്ചത്. കേസിൽ പ്രതി മൈമുന മദ്യലഹരിയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ 24. ഭർത്താവുമായി പിണക്കത്തിലാണെന്നും ഇത് പരിഹരിക്കാൻ പൂജ വേണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലംകോട്ടെ ജോൽസിനെ കല്ലാച്ചള്ളയിലെ ഒഴിഞ്ഞ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇവിടെ വെച്ച് ആദ്യം പ്രതികൾ മർദ്ദനം തുടങ്ങി. വിവസ്ത്രനാക്കി പ്രതിയായ മൈമൂനോടൊപ്പം ഫോട്ടോയും ദൃശ്യങ്ങളും പകർത്തി. ശേഷം ജോൽസിന്റെ 4.5 പവൻ സ്വർണമാല, മൊബൈൽ ഫോൺ, 2000 രൂപ എന്നിവ പ്രതികൾ കൈക്കലാക്കി. നിരവധി കേസുകളിൽ പ്രതിയായ പ്രജീഷിന്റെ വീട്ടിലേക്കായിരുന്നു പ്രതികൾ ജോൽസിനെ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് കൂടുതൽ പണം ആവശ്യപ്പെട്ടെങ്കിലും ജോൽസൻ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ മറ്റൊരു കേസിൽ പ്രജീഷിനെ അന്വേഷിച്ച് പോലീസ് ഈ സമയം കല്ലാച്ചളയിലെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഇതിൽ നമുക്ക് മൊത്തം 10 പ്രതികളാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. 7 പ്രതികളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പേര് സർവൈലൻസിലുണ്ട്. ഇനി ബാക്കിയുള്ള 4 പേരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട്. പ്രതികളെ ആരാണെന്നുള്ള മനസ്സിലാക്കാനുണ്ട്. 2 സ്ത്രീകളും 8 പുരുഷന്മാരും ഈ സമയം വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. മൈമൂനെ കൂടാതെ മറ്റൊരു യുവതി ബാംഗ്ലൂർ സ്വദേശിനി ദിവ്യയാണെന്നും പോലീസിന് വിവരം ലഭിച്ചു. പ്രതികളായ മൈമൂനെയും ശ്രീജേഷിനെയും മാത്രമേ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ജിതിന് കാലിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇയാളിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് വിവരം. ഇതിനിടെ മദ്യലഹരിയിൽ മൈമൂന വഴിയരികിൽ ഇരിക്കുന്നതും നാട്ടുകാരുമായി തർക്കിക്കുന്നതുമായ ദൃശ്യങ്ങളും പുറത്തു വന്നു. മറ്റു പ്രതികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവരും ഉടൻ പിടിയിലാകുമെന്നാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് അറിയിക്കുന്നത്. രാജീവ് സുദേവിനൊപ്പം ശ്രീജി ശ്രീകുമാരൻ, 24 പാലക്കാട്. ഭൈരവൻ കണ്ണൂർ പറയുന്നു, ഉമാ തോമസിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വിവരം. ഒരു കുഴപ്പമില്ല, വളരെ നന്നായിട്ട് മെച്ചപ്പെട്ടു വരുന്നു, ഒരു പ്രശ്നവും ഇപ്പോൾ ഇല്ല, അതിവേഗം സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. മലയാളി യുവാവ് ബാംഗ്ലൂരിൽ മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച സുഹൃത്തുക്കളും ബന്ധുക്കളും
മസ്തിഷ്ക മരണം സംഭവിച്ച ലിബിൻ ബീവിയുടെ ആന്തരിക അവയവങ്ങൾ 8 ജീവനങ്ങൾക്ക് പുതുജീവൻ നൽകും. ലിബിൻ ബീവിയുടെ മരണത്തിന് ശേഷം സുഹൃത്തായ കാഞ്ഞിരപ്പള്ളി സ്വദേശി എബിൻ ബേബി ഒളിവിൽ പോയെന്നും ആരോപണം. അവന് സംഭവിച്ചത് അവർ പറഞ്ഞതുപോലെ ഒരു ബാത്റൂമിൽ വീണുള്ള ഒരു നോർമൽ ആക്സിഡൻ്റ് അല്ല എന്നുള്ള കാര്യത്തിൽ നമുക്കും ഡോക്ടേഴ്സിന് 100% ഉറപ്പുണ്ട്. ഡോക്ടേഴ്സ് എല്ലാം ലീഗലി നമ്മൾ എങ്ങനെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ അമ്മയ്ക്ക് പണം അയച്ചു നൽകിയ ലിബിൻ ബേബിക്ക് ആ രാത്രിയിൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? ബാംഗ്ലൂരുവിൽ ജോലി ചെയ്യുകയായിരുന്ന ലിബിന് ബാത്റൂമിൽ വീണ് പരിക്കേറ്റുവെന്നാണ് സുഹൃത്തുക്കൾ വീട്ടുകാരെ അറിയിച്ചത്. ബന്ധുക്കളെത്തുമ്പോൾ ബാംഗ്ലൂരുവിലെ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു ലിബിൻ. മസ്തിഷ്ക മരണം സംഭവിക്കാൻ തക്കവിധം തലയിൽ ആഘാതമേറ്റുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ബാംഗ്ലൂരു ഹംബഗൌഡി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കൂടെ താമസിക്കുന്ന 2 പേർക്കിടയിൽ ഉണ്ടായ സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ലിബിന് തലയ്ക്ക് മർദ്ദനമേറ്റതെന്ന് സുഹൃത്തുക്കൾ. 2 പേരിലുള്ള റൂമിലെ ഒരു വിഷയത്തിൽ ഈ നമ്മുടെ ലിബിൻ എന്ന് പറയുന്ന വ്യക്തി കയറി ഇടപെട്ടു. അതിൻ്റെ ഇതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും ഉണ്ടായി എന്നാണ്. ആരും തിരിഞ്ഞു നോക്കാതെ ഒരു 3-4 മണിക്കൂർ റൂമിൽ തന്നെ കിടന്നു. അതാ മരണകാരണം എന്നാണ് ആശുപത്രി നമുക്ക് തിരക്കാൻ പറ്റിയപ്പം അറിയാൻ പറ്റിയത്. 1 മണിക്കൂർ മുമ്പേ കൊണ്ടുവരുമായിരുന്നെങ്കിൽ ആൾ രക്ഷപ്പെട്ടാണ്. ലിബിനെ ആദ്യം എത്തിച്ചത് ബാംഗ്ലൂരുവിലെ കാവേരി ആശുപത്രിയിലായിരുന്നു. ആരോഗ്യനില വഷളായതോടെ നിംഹാൻസ് ആശുപത്രിയിലേക്ക് മാറ്റി. രാത്രി 12 എൻ്റെ ഫോണിലേക്ക് ഇവൻ വിളിക്കുന്നുണ്ട്. അച്ചാച്ചി എവിടെ വരെ ആയെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു അവനെ എനിക്കറിയത്തില്ല, സ്ഥലം അറിയത്തില്ല എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അന്നേരം എല്ലാം ഹാപ്പി ആൾ. ഞാൻ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാൽ പറഞ്ഞു കൂട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. ലിബിന്റെ മരണത്തെ തുടർന്ന് ഒളിവിൽ പോയ കാഞ്ഞിരപ്പള്ളി സ്വദേശി എബിൻ ബേബി അടക്കം 3 പേർ ചേർന്നാണ് ലിബിനെ ആശുപത്രിയിലാക്കിയത്. തുടർന്ന് എബിൻ ബേബി ആശുപത്രിയിൽ നിന്നും കടന്നു കളഞ്ഞുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ലിബിന്റെ ആന്തരിക അവയവങ്ങൾ ദാനം ചെയ്തത്. ലിബിൻ ബേബിക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ആ മരണത്തിലെ ദുരൂഹതകൾ നീക്കുവാൻ നമ്മുടെ അധികാരികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ക്യാമറമാൻ VS രാഹുലിനും സാരഥി അമലിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. തമിഴ്നാട്ടിൽ ഭാഷാ പോര് പുതിയ രൂപത്തിലേക്ക് കടക്കുന്നു. സംസ്ഥാന ബജറ്റിന്റെ ലോഗോയിൽ രൂപയുടെ ചിഹ്നത്തിന് പകരം തമിഴ്നാട് സർക്കാർ തമിഴ് അക്ഷരമായ രൂ ചേർത്തു. ബജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എക്സിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഈ മാറ്റം. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ നയത്തിനെതിരെ രൂക്ഷമായ വാക്പോര് തുടരുന്നതിനിടെയാണ് തമിഴ്നാട് സർക്കാരിന്റെ പുതിയ സ്ട്രൈക്ക്. നാളെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ബജറ്റിന്റെ ലോഗോയിൽ നിന്നും രൂപയുടെ ചിഹ്നം നീക്കി. പകരം തമിഴക്ഷരമായ രൂ ആണ് ചേർത്തിരിക്കുന്നത്. എക്സ് പ്ലാറ്റ്ഫോമിലൂടെ സ്റ്റാലിൻ പുറത്തുവിട്ട ബജറ്റിനെ കുറിച്ചുള്ള ടീസറിലാണ് ലോഗോ മാറ്റിയിരിക്കുന്നത്. ഇതിനു മുൻപുണ്ടായിരുന്ന 2 ബജറ്റുകളിലും രൂപയുടെ ചിഹ്നമാണ് വെച്ചിരുന്നത്. ചിഹ്നം മാറ്റിയതിൽ സർക്കാരിൽ നിന്ന് ഔദ്യോഗിക വിശദീകരണം ഉണ്ടായിട്ടില്ല. BJP നേതാക്കൾ ഒന്നടങ്കം നീക്കത്തെ ശക്തമായി വിമർശിക്കുകയാണ്. തമിഴ്നാട്ടുകാരാണ് രൂപയുടെ ചിഹ്നമുണ്ടാക്കിയതെന്നും ഈ ചിഹ്നം ഒഴിവാക്കുന്നത് രാജ്യത്തെ നിന്ദിക്കലാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. 24 ചെന്നൈ. പുനരധിവാസ പട്ടികയിലെ അപാകത ചൂണ്ടിക്കാണിച്ച വയനാട് ജില്ലാ കളക്ടറേറ്റ് ഉപരോധിച്ച മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ എന്ന വാർത്തയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഉച്ചയ്ക്ക് ശേഷം റവന്യൂ മന്ത്രി K രാജനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതിഷേധം അവർ അവസാനിപ്പിച്ചു. ദുരന്തത്തിൽ മരിച്ചവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നാളെ മുതൽ വിതരണം ചെയ്തു തുടങ്ങും. മന്ത്രി K രാജനാണ് ഇക്കാര്യം അറിയിച്ചത്. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പ്രകടനമായാണ് ദുരന്തബാധിതർ എത്തിയത്. തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധം. റേഷൻ കാർഡും ആധാറും അടക്കമുള്ള രേഖകൾ സർക്കാരിന് തിരിച്ചേൽപ്പിക്കുന്നെന്ന് പ്രഖ്യാപനം. എന്റെ കുടുംബം മൊത്തം പോയി. എന്ന് മുതൽ ഞങ്ങള് 6-7 എണ്ണം ഞെങ്ങി ഞെരിഞ്ഞൊരു വീട്ടിലാ. സാറിനറിയോ, നിങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ നല്ല വീട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞങ്ങളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് സാറേ. കളക്ടറേറ്റിലെത്തിയ മന്ത്രി K രാജനുമായി ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ നടത്തിയ ചർച്ച വിജയം കണ്ടതോടെ 2 മണിവരെ നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചു. ഞങ്ങൾക്ക് വേണ്ടി പിരിച്ചെടുത്ത പണത്തിൽ നിന്ന് പകുതി പണം ചെലവാക്കിയാൽ ഞങ്ങളുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കാൻ പറ്റും. ഗുണഭോക്താക്കളുടെ സ്ഥലം അവരവരുടെ ഉടമസ്ഥയിൽ തന്നെ ഉണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി ഉറപ്പു നൽകി. കൃഷിഭൂമി കാർഷിക യോഗ്യമാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ തയ്യാറാക്കും. ദുരന്തബാധിതർക്ക് പുതിയ സ്മാർട്ട് കാർഡ് ഇന്നു മുതൽ വിതരണം ആരംഭിച്ചു. ചികിത്സയടക്കം ദുരന്തബാധിതരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് മന്ത്രി. ഈ സ്മാർട്ട് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്ത് സംവിധാനം മാത്രമല്ല, എല്ലാ ഇതുമായി ബന്ധപ്പെട്ട ബെനിഫിഷ്യറിയും
അവർക്ക് കിട്ടാവുന്ന വിധത്തിലുള്ള ഒരു പുതിയ ഡിജിറ്റൽ കാർഡാണ്. QR കോഡ് സ്കാൻ ചെയ്താൽ ഇതിലാരാണോ ഉള്ളത് അവരുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ അവർക്ക് ലഭ്യമാകും. അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ DR മേഘശ്രീ, ദുരന്ത നിവാരണ അതോറിറ്റി, കിഫ്ബി, ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 24 വയനാട്. 18 കൊല്ലത്തെ വൈപ്പിൻ നിവാസികളുടെ സ്വപ്നത്തിന് സാക്ഷാത്കാരമായി. വൈപ്പിൽ നിന്നുള്ള ബസ്സുകളുടെ നഗരപ്രവേശം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 10 KSRTC ബസ്സുകളും 4 പ്രൈവറ്റ് ബസ്സുകളുമാണ് പുതിയതായി സർവീസ് നടത്തുന്നത്. വൈപ്പിൻകരക്കാർക്ക് സ്വകാര്യ ബസ് മാർഗം കൊച്ചി നഗരത്തിന് വിവിധ ഭാഗങ്ങളിൽ എത്താത്തത് വലിയ പ്രശ്നം നേരത്തെ തന്നെ സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ പ്രശ്നം അല്പം ഗുരുതരമായിരിക്കുകയാണ്. നാളിതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല, ഒരു പ്രവർത്തനവും നടന്നിട്ട് 20 വർഷമായിട്ട് ഇത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. ഞങ്ങൾ വൈപ്പിൻകരക്കാർക്ക് ഒരു ചീത്തപ്പേരുണ്ട്, എപ്പോഴും സമരം ചെയ്യുന്നവർ. ഞങ്ങൾ സമരം ചെയ്യുന്ന അതിജീവനത്തിന് വേണ്ടിയാണ്. ഈ ദിവസവും യാത്ര ചെയ്ത് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് വളരെ കഷ്ടപ്പാടാണ്. കാരണം 2 ബസ് കാശ് വേണം അവർക്ക്. വൈപ്പിൽ നിന്ന് ബസ് മാർഗം കൊച്ചി നഗരത്തിലെത്തുക എന്നത് ദ്വീപ് നിവാസികളുടെ പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പായിരുന്നു. ഗോശ്രീ പാലം യാഥാർത്ഥ്യമായി വർഷങ്ങൾ പിന്നിട്ടിട്ടും ബസ് മാറിക്കയറിയായിരുന്നു നഗരത്തിലെത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ യാത്രാ ദുരിതത്തിന് പൂർണ്ണമായ പരിഹാരമായിരിക്കുകയാണ്. 10 ബസ്സുകാരാണ്. എല്ലാവരും, എല്ലാ സംഘടനകളും പൊതുപ്രവർത്തകരും എല്ലാം ഒന്നിച്ചുകൊണ്ട് ഈ ബസ്സിൽ കയറി പോകണം പരമാവധി ആളുകൾ. പിന്നെയും ഞാൻ ഹൈക്കോടതിയിലൂടെ ഇറങ്ങിയിട്ട് അടുത്ത വണ്ടി കയറി പോയിക്കോളാം എന്ന ചിന്ത ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ സമയം അനുസരിച്ച് നമ്മുടെ യാത്രയൊന്ന് ക്രമീകരിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഇതിന്റെ സമയത്തിന് അപാകതയുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട MLA അറിയിച്ചാൽ മതി. അതനുസരിച്ച് ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥർ ആ ഷെഡ്യൂളിൽ മാറ്റം വരുത്തി തരും. വൈപ്പിൻ നിവാസികളായ ചലച്ചിത്ര പ്രവർത്തകരും ബസ്സിനായുള്ള പ്രതിഷേധങ്ങളിൽ ഉടനീളം സജീവമായിരുന്നു. ഉദ്ഘാടന വേളയിലും എല്ലാവരും ഒരുമിച്ചു. 2 പതിറ്റാണ്ടുകളായിട്ടുള്ള വൈപ്പിൻകരക്കാരുടെ സ്വപ്നമാണ് പൂവണിയുന്നത്. അതിൻ്റെ ആ സന്തോഷം പങ്കിടാനാണ് ഞങ്ങളും ഇതിൻ്റെ അകത്ത് പങ്കാളികളാകുന്നത്. കാരണം യാത്രാക്ലേശം അത്രയേറെ അനുഭവിക്കുന്ന ഒരു ഐലൻഡാണ് വൈപ്പിൻ ഐലൻഡ്. ഇത് വർഷങ്ങളായിട്ട് ഇതിൽ ആദ്യം ഫ്രാഗ് എന്ന് പറയുന്ന സംഘടനയാണ് ഇത് ആദ്യമായിട്ടൊരു 300 സ്ത്രീകളെ രാത്രി ഹൈക്കോടതി മുതൽ ഇങ്ങോട്ട് നടത്തി ഒരു സമരം ചെയ്തു. പിന്നെ ഒരുപാട് വ്യക്തികൾ ആശ്രയിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പരിശ്രമം വിജയിച്ചു. പഠനകാലത്തെ യാത്രാ ദുരിതം ഓർത്തെടുത്ത് അന്നാബൻ സമരവിജയമെന്ന പൗളി വിൽസണും പ്രതികരിച്ചു. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ബസ് ഉപയോഗിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ ഈ ബുദ്ധിമുട്ട് പേഴ്സണലി അനുഭവിച്ച ഒരാൾ തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ബസ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പം അന്ന് സമരത്തിന് വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് വന്നത്, അതെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ളത്. സോ അത് പരിഹരിച്ചു, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ സമരം കൊണ്ട് എല്ലാം നേടിയെടുത്തിട്ടുള്ള ആളുകളാണ് വൈപ്പിൻകരക്കാർ. അപ്പം അതുകൊണ്ട് നമുക്കിത് ഉറപ്പായിരുന്നു കിട്ടുള്ളൂ. മന്ത്രി പറഞ്ഞതുപോലെ ഇനി അടുത്തത് കാർ ഉപേക്ഷിച്ച് ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര. KSRTCയിലേക്ക് ഞങ്ങൾ 4 സ്വകാര്യ ബസ്സുകളും 10 KSRTC ബസ്സുകളുമാണ് പുതുതായി നഗരത്തിലേക്ക് സർവീസ് നടത്തുക. 24 കൊച്ചി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക്. ഇനി വാൽക്കഷണം. ഇന്നലെ ഒരു വേദിയിൽ ഒരു കൂട്ടച്ചിരി. ഇടതുപക്ഷത്തെ 2 നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്നു. ചിരി മാത്രമല്ല, പരസ്പരം പുകഴ്ത്തലുമുണ്ട്. G സുധാകരനും C ദിവാകരനും കോൺഗ്രസ്സുകാരെ ചിരിപ്പിക്കുമ്പോൾ സ്വന്തം പാർട്ടിക്കാരുടെ ചിന്ത എന്താകും? M അഫ്സലിന്റെ വാൽക്കഷണം. ചിരിയും ചിന്തയും, ചിന്തിച്ചിട്ടും ചിരിക്കുക, ചിരിച്ചിട്ട് ചിന്തിക്കാനും ഉണ്ട്. അല്ല, എന്താ സംഭവം? ചരിത്രത്തിന്റെ ഒരു വലിയ സംഭവമായി മാറിക്കഴിഞ്ഞില്ലേ? ചരിത്രത്തിലൊന്നും തെരഞ്ഞാൽ കിട്ടാത്ത ഒരു കൂട്ട ചിരി സംഭവിച്ചു. കോൺഗ്രസ്സുകാര് മീറ്റിംഗ് കൂടിയാൽ തമ്മിൽ തല്ലാണ് എന്ന് പറയണവര് ഇതൊന്ന് കാണി. കോൺഗ്രസ്സുകാരെ ഇരുത്തി ചിരിപ്പിക്കുകയാണ് C ദിവാകരനും G സുധാകരനും. അതെന്താ, സുധാകരേട്ടനാണോ കൂടുതൽ തമാശ പറഞ്ഞത്? അതായത് KPCCയുടെ പരിപാടിക്ക് പോയിട്ട് നല്ല ഫോമിൽ ചിരിപ്പിച്ചവരാണ്. അതാ ഗോവിന്ദമാഷ വിളിക്കണു. CPMന്റെ പരിപാടി അല്ല കേട്ടോ. CPMന്റെ പരിപാടിക്ക് പോയിട്ട് ഫോമിൽ ചിരിപ്പിക്കേണ്ടവരല്ലേ നിങ്ങള്? വന്ന വഴി മറക്കരുത്. പഴയതൊന്നും കേൾക്കാൻ താല്പര്യമല്ല. പുതിയ പുതിയ ആശയങ്ങൾ ഇങ്ങനെ പരുവപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആശയങ്ങളിൽ കുറഞ്ഞ സ്വന്തമായി നിലനിൽക്കാൻ കെൽപ്പുള്ള ഭൗതിക പ്രവർത്തനത്തിൽ വ്യത്യാസപ്പെട്ടു.
സ്വന്തമായി നിൽക്കാൻ കെൽപ്പുള്ളതാകും. പാർട്ടിക്കാരൊക്കെ അത് കേൾക്കണുണ്ടല്ലോ അല്ലേ? ആലോചിച്ചോ? ആരെങ്കിലും ആലോചിച്ചോ? ഓന്റെ സമ്മേളനത്തിന് നമ്മുടെ ഒരാളും കച്ചറ ഉണ്ടാക്കരുത്, മനസ്സിലായോ? കുഴപ്പമില്ല, തൽക്കാലം പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഗ്രൗണ്ട് അറിഞ്ഞ് കളിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോ എവിടെങ്കിലും രണ്ട് രാജ്യത്ത് അംബാസഡറായി കഴിഞ്ഞാൽ ഉടനെ വിശ്വപൗരൻ എന്ന് പേര് കൊടുക്കുന്നുണ്ടല്ലോ. ശരിക്കും വേണ്ടി നമുക്ക് തെറ്റായ കാര്യമാണ്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംഗതി തരൂരിനെ ക്ഷണിക്കാൻ DYFIക്കാരൊന്ന് പോയിരുന്നു. പക്ഷേ തരൂരിനെ പറയാൻ വേണ്ടിയിട്ട് ഒരവസരം കോൺഗ്രസ്സുകാർ G. സുധാകരന് റെഡിയാക്കി കൊടുത്തു. വിശ്വപൗരൻ എന്ന് പറഞ്ഞാൽ ഏത് രാജ്യങ്ങളിലെങ്കിലും ഐക്യരാഷ്ട്ര അസംബ്ലിയുടെ ഉദ്യോഗസ്ഥനായിരുന്നല്ല, ഉദ്യോഗസ്ഥനല്ല വിശ്വപൗരൻ. അത് ഒരിക്കലും വിശ്വപൗരനാവില്ല. അത് ശമ്പളത്തിനും പൊസിഷനും വേണ്ടി ജോലിയെടുക്കുന്ന ആൾ ആരായാലും ശരി. ഇനി സതീശന്റെ വക ഒരു അവാർഡാണ്. അതായത് സതീശന് വിമർശിക്കാൻ ഒരവസരവും കൊടുക്കാത്ത G. സുധാകരനും C. ദിവാകരനും സതീശന്റെ വക ഒരു അവാർഡ്. ഞാൻ നിയമസഭയിൽ അവർ രണ്ടുപേരും മന്ത്രിമാരായിരുന്നപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് ഒരുപാട് വിമർശനങ്ങൾ മന്ത്രിസഭയ്ക്ക് നേരെ, മന്ത്രിമാർക്ക് നേരെ, ഭരണകൂടങ്ങൾക്ക് നേരെ വർഷിച്ചപ്പോഴും ഒരു വാക്കുപോലും ഈ രണ്ടുപേരെ കുറിച്ചും പറയേണ്ട ഒരു അവസരം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ സതീശേട്ടന് വിമർശിക്കാൻ പറ്റാത്ത ആളുകൾ ഇനി മന്ത്രിസഭയിൽ വേണ്ടാന്ന് പാർട്ടി തീരുമാനിച്ചു. വയസ്സ് ചതിച്ചു. വയസ്സ് എന്ന് പറയുന്നത് നമ്മളെ അളക്കാനുള്ള ഒരു വേലിക്കെട്ടായി അല്ലെങ്കിൽ അളക്കാനുള്ള ബാരോമീറ്ററായി ഞാൻ കണക്കാക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമല്ല, നമ്മുടെ കഴിവാണ്, മനസ്സാണ് പ്രശ്നം. ഓക്കെ, അടുത്ത പാർട്ടി പ്ലീനത്തിൽ ചെന്നിത്തല മുന്നോട്ട് വെച്ച ഈ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യുമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം പരിപാടി പിരിച്ചുവിട്ടു. പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു.